കുടിവെള്ള പദ്ധതി ഉണ്ടായിട്ടും വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് കൊടുകുത്തി മുളങ്ങുന്ന നിവാസികൾ. കൊക്കയാർ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ പ്രദേശത്ത് മാത്രം ഹെലിവറിയ പദ്ധതിയിൽ നിന്നും വെള്ളം നൽകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 30ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഹെലിബറിയ പദ്ധതിയിൽ നിന്നാണ് പ്രദേശത്തെ കൊക്കയാർ, പെരുവന്താനം പഞ്ചായത്തുകളിൽ വെള്ളം നൽകുന്നത്. എന്നാൽ സമീപ പ്രദേശങ്ങളിലെല്ലാം വെള്ളം സുലഭമായി ലഭിക്കുമ്പോഴും മുളങ്ങുന്ന സുരേന്ദ്രൻകട ഭാഗത്തുള്ള ലൈനിൽ വെള്ളം കിട്ടാറില്ല. മുൻപും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിലും കിണറുകളിലും തോടുകളിലും വെള്ളം വറ്റിയതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വെള്ളം ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളം വരുന്നുണ്ട്, പക്ഷേ ആ വെള്ളം മറുവശത്തോട്ട് തുറന്നു വിട്ട് അവർ പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈയിടെ പഞ്ചായത്തിലൊരു ഓർസീറോയിലായിട്ട് ഒരു ധാരണയിൽ ഒരു ഒപ്പുവെച്ച് ഓരോ ദിവസം ഓരോ ഭാഗത്തോട്ട് വെള്ളം തുറന്നു വിടാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരണ്ടേ വെള്ളം എല്ലാ വ്യാഴാഴ്ചയും. പക്ഷേ ഞങ്ങൾക്ക് വെള്ളം ഇന്ന് വന്ന അരമണിക്കൂറാണ് ഇത്ര നേരമായിട്ട്. ഇന്ന് ഞങ്ങൾക്ക് ഫുള്ളേ തുറന്നു വിടേണ്ട ദിവസം ഇതുവരെയും വെള്ളമില്ല. ഇതാണ് ഞങ്ങളുടെ പരാതി. അത് തന്നെ ഞങ്ങളുടെ പ്രശ്നം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം കിട്ടണം. അതിന് ആശ്രയം ഒന്നുമില്ല, പൈപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ ആശ്രയം. വെള്ളം വിലയ്ക്ക് പൈപ്പ് വന്നില്ലെങ്കിൽ വെള്ളം മേടിക്കും വിലയ്ക്ക്. വാട്ടർ അതോറിറ്റി അധികൃതരെ വിളിച്ച് പരാതി പറയുമ്പോൾ പൈപ്പുകളിൽ അരമണിക്കൂർ വെള്ളം വരും. 500 ലിറ്റർ പോലും ടാങ്കിൽ നിറയും മുമ്പേ ഇത് നിലയ്ക്കും. ഇത്രയും വെള്ളം കൊണ്ട് ആഴ്ചയോളം കഴിഞ്ഞുകൂടേണ്ട ഗതികേടിലാണ് ജനം. ഞാൻ 2 പ്രാവശ്യം വെള്ളം ഇറങ്ങി. ഒരു ട്രിപ്പിന് എത്ര രൂപ? 5000 ലിറ്ററിന് 2300 രൂപ. അത് ഞങ്ങൾ 8 പേരുണ്ട്. 8 പേര് അങ്ങനെ ഒരു 10-15 ദിവസം കാണും. ബാത്റൂമിൽ പോകണ്ടേ, പിന്നെ ഭക്ഷണം പാചകം ചെയ്യണം, എല്ലാം നടക്കണ്ടേ. ഇത് ഞങ്ങൾക്ക് ആഴ്ച ഒരു ദിവസം വെള്ളം കിട്ടിയാൽ മതി. രാവിലെ ഒരു 10 മണി തൊട്ട് 5 മണി വരെ വെള്ളം കിട്ടിയാൽ ആവശ്യത്തിന് വെള്ളം കിട്ടും. സമയത്തിന് വരികയില്ല വെള്ളം. ആഴ്ചയിൽ ഒന്നേലും വരുമ്പോൾ നല്ലതായിട്ട് വരണ്ടേ. ഇത് കരോട്ട് ഭാഗത്ത് ഒരു പൂട്ട് വെക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് തുറന്ന് വരുമ്പോഴത്തേക്ക് വെള്ളം ഈ വരുമ്പോൾ താഴെ നിന്ന് കയറുമെന്ന് അതങ്ങ് പൂട്ടും. പിന്നെ എങ്ങനെ വെള്ളം കുടിക്കുന്നേ? എല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇത് ഓരോ വണ്ടി വെള്ളം ഇറക്കാനായിട്ട് നമുക്ക് പൈസ ഉണ്ടോ? കൂലിപ്പണിക്കാർ ഉൾപ്പെടെ സാധാരണക്കാരും കൃഷിക്കാരും താമസിക്കുന്ന മേഖലയിൽ 2500 രൂപ ആഴ്ചയിൽ വെള്ളത്തിനായി മുടക്കേണ്ടി വരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാലം എത്രയും, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് അധികം വെള്ള പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമല്ല നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ ഈ സുരേന്ദ്രൻകട ഭാഗമുള്ള ഈ ലൈൻ, ആ ലൈനിൽ ബന്ധപ്പെട്ട് 10-30-50ഓളം അടങ്ങുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് കുടിവെള്ളം കിട്ടുന്നതിൽ ഇപ്പോൾ വളരെ രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ടർ അതോറിറ്റി ICA ഒന്ന് വിളിക്കുമ്പോൾ, അല്ലെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ സമയത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെള്ളം വരും, അപ്പം തന്നെ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഹെലിബറിയയിൽ പ്രശ്നമാണെന്ന് പറയും, അല്ലെങ്കിൽ മോട്ടർ കേടാണെന്ന് പറയും. പക്ഷേ ആവശ്യമായ മോട്ടറും സംവിധാനങ്ങളും ഒക്കെ ജലവിഭവ വകുപ്പിനുണ്ട്. അതിൻ്റെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം നടത്താത്തതിൻ്റെ ഭാഗമായിട്ടും ഈ വെള്ളം തരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റർ കൃത്യമായിട്ട് ജോലി ചെയ്യുകയും വാട്ടർ അതോറിറ്റി കൃത്യമായിട്ട് ICA വിളിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്. അത് 10 മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഈ അനാസ്ഥയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ ഈ മേഖലയിലെ ജനങ്ങൾ കൂലിപ്പണിക്കാരാണ്, അവർ കർഷകരാണ്. കൂലിപ്പണിയും ചെയ്ത് വീട്ടിൽ വരുമ്പോൾ വെള്ളമില്ലാതെ അവർ പല മേഖലകളിൽ പോയി കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലി കഴിഞ്ഞെത്തി കിലോമീറ്ററുകൾ നടന്ന കൊടുകുത്തി ഭാഗത്ത് പോയി വെള്ളം തളിച്ചുമുണ്ടായി കൊണ്ടുവരുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. സമീപത്തുള്ള പെരുവന്താനം പഞ്ചായത്തിലെ പല വാർഡുകളിലും വെള്ളം കൃത്യമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടേക്കുള്ള വിതരണം മാത്രം തടസ്സപ്പെടുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.